UDF മുന്നോട്ട് വച്ച ഇന്ദിരാഗാന്ധി ഗ്യാരണ്ടിക്ക് കോതമംഗലം നിയോജകമണ്ഡലത്തിലെ വോട്ടർമാർക്കിടയിലും വലിയ സ്വീകാര്യത ലഭിക്കുന്നുണ്ടെന്ന് UDF നേതാക്കൾ അവകാശപ്പെട്ടു. വികസന മുരടിപ്പിന് പുറമെ ഇന്ദിരാ ഗ്യാരണ്ടിയും UDFന് വോട്ടായി മാറും. ഷിബു തെക്കുമുറം മികച്ച ഭൂരിപക്ഷത്തോടെ വിജയിക്കുമെന്നും നേതാക്കൾ വ്യക്തമാക്കി. ക്ഷേമ പെൻഷൻ വർധനവ്, സ്ത്രീകൾക്ക് KSRTC ബസ്സിലെ സൗജന്യ യാത്ര, ഉമ്മൻചാണ്ടി ആരോഗ്യ ഇൻഷുറൻസ്, യുവാക്കൾക്ക് സ്വയം തൊഴിൽ സംരംഭം ആരംഭിക്കാൻ പലിശരഹിത വായ്പ, കോളേജ് വിദ്യാർത്ഥിനികൾക്ക് പ്രതിമാസം 1000 രൂപ ധനസഹായം തുടങ്ങിയ ഗ്യാരണ്ടികളാണ് രാഹുൽ ഗാന്ധി പ്രഖ്യാപിച്ചിട്ടുള്ളത്. ഈ ഗ്യാരണ്ടികൾക്ക് വോട്ടർമാർക്കിടയിൽ വലിയ സ്വീകാര്യത ലഭിക്കുന്നുണ്ടെന്ന് നിയോജകമണ്ഡലം നേതാക്കൾ വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. 100% ഈ ഗവൺമെന്റ് അധികാരത്തിൽ വന്ന് 100 ദിവസത്തിനുള്ളിൽ തന്നെ ആദ്യമായി നടപ്പിലാക്കാൻ പോകുന്നത് ഈ സാമൂഹ്യ സുരക്ഷാ പെൻഷൻ 2000 എന്നുള്ളത് 3000 ആക്കി വർദ്ധിപ്പിക്കുമെന്നുള്ളതാണ്. അതുപോലെ തന്നെ ആരോഗ്യ കേരളം എന്നുള്ളത് പ്രതിപക്ഷ നേതാവിന്റെ ഭാഷയിൽ അത് വെന്റിലേറ്ററിലാണ്. അത് ICUവിൽ നിന്ന് വെന്റിലേറ്ററിലേക്ക് മാറ്റുന്ന സാഹചര്യമാണ് കേരളത്തിന്റെ ആരോഗ്യ മേഖലയ്ക്കുള്ളത്. അവിടെ ഒരു പരിഹാരം എന്നുള്ള രീതിയിൽ കേരളത്തിലെ സ്വകാര്യ ആശുപത്രികളിലടക്കം എല്ലാവർക്കും ചികിത്സ കിട്ടുന്ന തരത്തിൽ ഉമ്മൻചാണ്ടിയുടെ പേരിൽ ആരോഗ്യ ഇൻഷുറൻസ് പദ്ധതി കൊണ്ടുവരുവാൻ ഈ ഗവൺമെന്റ് UDF ഗവൺമെന്റ് അധികാരത്തിൽ വന്നാൽ ഞങ്ങൾ ഈ സമയത്ത് വാഗ്ദാനം ചെയ്യുകയാണ്. അത് 25 ലക്ഷം രൂപ ഒരു കുടുംബത്തിന് കവറേജ് കിട്ടുന്ന തരത്തിലാണ് ആ പ്രോഗ്രാം, ആ പദ്ധതി നമ്മൾ വിഭാവനം ചെയ്തിട്ടുള്ളത്. യുവജനങ്ങളെ സംബന്ധിച്ചിടത്തോളം വലിയ ഒരു പലായനം തന്നെ നമ്മുടെ സംസ്ഥാനത്ത് നിന്ന് വിദേശ രാജ്യങ്ങളിലേക്ക് നടന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് അവരെല്ലാം നമ്മുടെ സംസ്ഥാനത്ത് പിടിച്ചു നിർത്തുന്നതിന് വേണ്ടി 5 ലക്ഷം രൂപ വരെ അവർക്ക് സ്വയം സംരംഭങ്ങൾ തുടങ്ങാൻ ഈ ഗവൺമെന്റ് UDF ഗവൺമെന്റ് അധികാരത്തിൽ വന്നാൽ സൗകര്യമൊരുക്കുമെന്നുള്ളതാണ് ഗ്യാരണ്ടിയിലൂടെ ഒന്ന് പറയുന്നത്. സ്ത്രീകൾക്ക് KSRTC ബസ്സിൽ സൗജന്യ യാത്ര മറ്റു സംസ്ഥാനങ്ങളിൽ, കോൺഗ്രസ് അധികാരത്തിലിരിക്കുന്ന മറ്റു സംസ്ഥാനങ്ങളിൽ വളരെ മാതൃകാപരമായി നടപ്പിലാക്കിയ ഒരു പദ്ധതിയാണ്. അതുപോലെ തന്നെ നമ്മുടെ പെൺകുട്ടികളെ സംബന്ധിച്ചിടത്തോളം ഉന്നത വിദ്യാഭ്യാസത്തിന് പോകുന്ന പെൺകുട്ടികൾക്ക് പ്രതിമാസം 1000 രൂപ പഠന സഹായമായി എല്ലാ മാസവും കൊടുക്കുന്ന ഒരു ഗ്യാരണ്ടിയാണ് ഈ ഇന്ദിരാ ഗ്യാരണ്ടിയിൽ മറ്റൊന്നായി ഉൾപ്പെടുത്തിയിട്ടുള്ളത്. കോതമംഗലത്തെ വികസന മുരടിപ്പ് തെരഞ്ഞെടുപ്പ് രംഗത്ത് പ്രധാന ചർച്ചയാണ്. തങ്കളം കാക്കനാട് പാത, ചേലാട് അന്താരാഷ്ട്ര സ്റ്റേഡിയം, ഭൂതത്തൻകെട്ട് മിനി ജലവൈദ്യുത പദ്ധതി എന്നിവയെല്ലാം മുടങ്ങിയ പദ്ധതികളാണ്. വന്യമൃഗശല്യത്തിനും പരിഹാരമില്ല. ഇവയെല്ലാം UDFന് വോട്ടായി മാറും. ഷിബു തെക്കുമുറം മികച്ച ഭൂരിപക്ഷത്തിൽ തെരഞ്ഞെടുക്കപ്പെടുമെന്നും നേതാക്കൾ അവകാശപ്പെട്ടു. വാർത്താസമ്മേളനത്തിൽ ഷമീർ പനക്കൽ, AG ജോർജ്, KP ബാബു, അബു മൊയ്തീൻ, MS എൽദോസ്, KJ ബോബൻ തുടങ്ങിയവർ പങ്കെടുത്തു. സമൂഹത്തിന്റെ എല്ലാ മേഖലകളിലുമുള്ള വിഷയങ്ങളെയും ആളുകളെയും സ്പർശിക്കുന്ന തരത്തിൽ ഇന്ദിരാ ഗ്യാരണ്ടി കോതമംഗലം നിയോജക മണ്ഡലത്തിൽ അവതരിപ്പിക്കുമ്പോൾ അതിന് രാഷ്ട്രീയത്തിനപ്പുറത്ത് കിട്ടിയിട്ടുള്ള സ്വീകാര്യത എന്ന് പറയുന്നത് ഈ തെരഞ്ഞെടുപ്പിൽ ഷിബു തെക്കുമുറത്തിന്റെ വിജയം അടിവരയിട്ട് ഉറപ്പിക്കുന്നതാണ് എന്ന് GTV ന്യൂസ് കോതമംഗലം.